എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ആഴ്ച വാങ്ങാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകളാണ്. അതുപോലെ തന്നെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഇതിൻ്റെ ഓപ്ഷൻസിൽ നമ്മൾ ബൈയിങ് റേഞ്ചാണ് നോക്കുന്നത്. അതായത് സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയിട്ടുള്ള ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് യൂണികോമേഴ്സ് ഇ സൊല്യൂഷൻ എന്ന് പറയുന്നൊരു സ്റ്റോക്കാണ്. NSEയുടെ സ്റ്റോക്കാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 184 രൂപ 65 പൈസയാണ്. സോ ഇതും പുതിയൊരു കമ്പനിയാണ്. ഒരു IPO സ്റ്റാർട്ട് ചെയ്തിട്ട് IPO കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇതിൻ്റെ IPO നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ഇനീഷ്യൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്നൊരു ഹൈ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 20% അപ് ട്രെൻഡ് വന്നിട്ടുണ്ടായിരുന്നു, 25%. അതിനുശേഷം മാർക്കറ്റ് ഒരു സൈഡ് വേസിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, സോ ഇതൊരു ഡൗൺ ട്രെൻഡാണ്. ഇവിടെ ഒരു ബീറിഷ് OBയൊക്കെയാണ് കാണുന്നെങ്കിൽ പോലും ഇതൊരു പുതിയൊരു IPO ആയതുകൊണ്ട് കയറിപ്പോകാനുള്ള ചാൻസാണ് വളരെ കൂടുതൽ. പിന്നെ അതുപോലെ തന്നെ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള ലിക്വിഡിറ്റീസ് എല്ലാം ടേക്ക് ചെയ്തിട്ടുണ്ട്. മേ ബി ഇവിടെ നിന്നൊരു കയറാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഒന്നും കൂടി താഴ്ന്ന് വീണ്ടും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയ ശേഷം ഒന്ന് കയറാനുള്ളൊരു പോസിബിലിറ്റിയാണ് കാണുന്നത്. സോ ഇത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന സ്റ്റോക്കാണ്. 184 രൂപ എന്ന് പറയുന്നത് ഈ ഒരു പ്രീമിയം ലെവലിൽ നിൽക്കുന്ന ഒരു പ്രൈസ് അല്ല, ഒരു ഡിസ്കൗണ്ട് ലെവലിൽ നിൽക്കുന്ന ഒരു പ്രൈസാണ്. ഓക്കെ, സോ യൂണികോമേഴ്സ് ഇ സൊല്യൂഷൻ എന്ന് പറയുന്ന നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോജി ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. സോ മേ ബി ഇവിടെ നിന്ന് ഒരു മോർണിംഗ് പാറ്റേൺ ഫോം ചെയ്തിട്ട് അവിടെ നിന്ന് കയറാനുള്ളൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് നിവ ബൂപ്പ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു സ്റ്റോക്കാണ്. NSEയുടെ സ്റ്റോക്കാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 74 രൂപയിലാണ് നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതൊരു പുതിയൊരു IPO നടന്ന ഒരു സ്റ്റോക്കാണ്. നിവ ബൂപ്പ എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് ഈ മാസം 14-ാം തീയതിയായിരുന്നു അതിൻ്റെ IPO നടന്നത്. ഓക്കെ, ഓൾറെഡി 74 രൂപ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഡിസ്കൗണ്ട് ലെവലിലുള്ള സ്റ്റോക്കാണ്. ഓക്കെ, പൊതുവേ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ സ്റ്റോക്ക് നിങ്ങൾ കമ്പാരിറ്റീവ്ലി എടുത്ത് നോക്കുകയാണെങ്കിൽ മോർ ദാൻ 500 റുപ്പീസിൻ്റെ മുകളിലാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നിവ ബൂപ്പ ഓവറോൾ അവരുടെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷനും അതുപോലെ ഇപ്പോഴത്തെ അവരുടെ ഒരു ബിസിനസ്സൊക്കെ നോക്കുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഓക്കെ, പോസിറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ 74 രൂപ എന്നുള്ളത് നിങ്ങൾക്ക് ലോങ് ടേം എന്ന രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു സ്റ്റോക്കാണ്. ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന സ്റ്റോക്കാണ്. ഇത് എപ്പോൾ വേണമെങ്കിലും ഇത് ഡബിൾ ആവാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, 10% കിട്ടും എന്നത് ഷുവർ തന്നെയാണ്. പക്ഷേ ഇത് ലോങ് ടേമിൽ നോക്കുന്ന സമയത്ത് മോർ ദാൻ 2x 3x കിട്ടാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, മേ ബി ഇത് 74 എന്നുള്ളത് 700 പോകാനുള്ള ചാൻസും കാണുന്നുണ്ട്. ലൈക്ക് നമ്മുടെ കല്യാൺ ജ്വല്ലേഴ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് 70 രൂപയിൽ നിന്നും 700 രൂപയിലേക്ക് വെറും 1.5 വർഷം കൊണ്ടാണ് കയറിപ്പോയത്. സോ അതുപോലെ ഇതും കയറാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ നിവ ബൂപ്പ എന്ന് പറയുന്നത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന സ്റ്റോക്കാണ്. ഇതിലിപ്പോൾ ഈ ഒരു ICT കോൺസെപ്റ്റ് പ്രകാരമുള്ള ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറോ ഇതൊന്നുമില്ല. ഇത് പുതിയതായിട്ട് IPO വന്ന സ്റ്റോക്കാണ്. നമ്മൾ IPOയിൽ ഇപ്പോൾ നോക്കുന്ന സമയത്ത് IPO ഈ പബ്ലിക് ഓഫറിങ്ങിലേക്കാളും കൂടുതൽ പ്രൈസിലാണ് ലിസ്റ്റ് ചെയ്യുന്നത് സാധാരണ. പക്ഷേ ഇത് കറക്റ്റ് ഒരു 70 രൂപയ്ക്കാണ് IPO ഇഷ്യൂ പ്രൈസ് എന്ന രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 78 രൂപ ആ ഒരു റേഞ്ചിൽ നിന്നിട്ട് തിരിച്ച് ആ ഒരു 74 രൂപ വരെ വന്നിട്ടുണ്ട്. ഓക്കെ, ആ 70 രൂപ 80 രൂപ ആ ഒരു റേഞ്ചിനുള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ ഇത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്രോണോസ് ലാബ് സയൻസ് ലിമിറ്റഡ് എന്ന് പറയുന്നൊരു സ്റ്റോക്കാണ്. NSEയുടെ ഒരു സ്റ്റോക്കാണ്. ഓക്കെ, ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 162 രൂപ 55 പൈസയാണ്. ഇതും പുതിയൊരു കമ്പനിയാണ്. IPO നടന്നിട്ട് കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഏകദേശം ഒരു ജൂണിലാണ് ഇതിൻ്റെ IPO നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇവിടെ നിന്നൊരു നല്ലൊരു ഡൗൺ ട്രെൻഡ് എന്ന രീതിയിലേക്ക് വന്നിട്ട് ഇവിടുത്തെ ലിക്വിഡിറ്റി എല്ലാം ടേക്ക് ചെയ്ത ശേഷം വീണ്ടും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകി കയറി പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 138 രൂപ 140 രൂപ റേഞ്ച് വരെ വന്നിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് ഏകദേശം ഒരു 199 രൂപ 200 രൂപ വരെ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ലിക്വിഡിറ്റി എല്ലാം ടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ലിക്വിഡിറ്റി അതുപോലെ ഈ ഒരു ലിക്വിഡിറ്റി ഇവിടുത്തെ ലിക്വിഡിറ്റി എല്ലാം ടേക്ക് ചെയ്ത് ഈ ഒരു റെഡ് ക്യാൻഡിൽ. ഓക്കെ, നമ്മൾ യൂണികോമേഴ്സിൻ്റെ ആ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇതേ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. സെയിം ഇതേപോലെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ നൽകിയിട്ട് ഇവിടെ ഒരു ഡോജി ക്യാൻഡിൽ തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൽ യൂണികോമേഴ്സ് എന്ന് പറയുന്നതിൽ ഇൻവേർട്ടഡ് ഒരു ഡോജിയാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു ഡോജി എന്ന രീതിയിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നാണ് മാർക്കറ്റ് ഒരു 200 രൂപയിലേക്ക് എത്തിയിരിക്കുന്നത്. ഏകദേശം നല്ലൊരു റിട്ടേൺ തന്നെയാണ് വന്നിരിക്കുന്നത്. സോ അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഈ ഒരു ഹൈ എത്തിയ ശേഷം വീണ്ടും മാർക്കറ്റ് തിരിച്ച് ഡൗണിലേക്ക് വന്ന് ഇനീഷ്യലി ഇവിടെ ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് റിയാക്ട് ചെയ്തില്ല.
ഇവിടെയുള്ള ഒരു റെഡ് ക്യാൻഡലിലേക്ക് മാർക്കറ്റ് വന്നിട്ട് റിയാക്ട് ചെയ്തിട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകി വീണ്ടും ഒരു OB ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് എക്സ്ട്രീം ലെവലിൽ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. സോ ഇവിടെ നിന്ന് ഇനി ഓൾറെഡി ഇനീഷ്യലി ഇതിൻ്റെ ഒരു 50% ഫിൽ ചെയ്തിട്ട് കയറിയിട്ടുണ്ട്. മേ ബി ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കാം. സോ ഇത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന സ്റ്റോക്കാണ്. 162 രൂപ എന്ന് പറയുന്നത് നല്ലൊരു ബൈയിങ് ഒരു ഡിസ്കൗണ്ട് ലെവലിലുള്ള സ്റ്റോക്ക് തന്നെയാണ്. ഓക്കെ, മേ ബി ഈ ഒരു OBയിൽ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്ത് മുകളിൽ കയറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ എക്സ്ട്രീം ലെവലിലുള്ള OBയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് കയറാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ ഒരു FEG ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഈ ഒരു FEG ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് പോയിട്ടേ ഉള്ളൂ. ഓക്കെ, അതിൻ്റെ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഇതും കൂടി നമ്മൾ നോക്കണം. മേ ബി ഇങ്ങോട്ടേക്ക് വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ക്രനോസ് ലാബ് സയൻസ് എന്ന് പറയുന്നത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന സ്റ്റോക്കാണ്. ഇൻ കേസ് താഴെ വരികയാണെങ്കിൽ പോലും നമുക്കത് ആവറേജ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ഓക്കെ, ഇതും ലോങ് ടേമിൽ നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ്. അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ജൂനിപ്പർ ഹോട്ടൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. NSEയുടെ ഒരു സ്റ്റോക്കാണ്. ഓക്കെ, ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 327 രൂപയാണ്. സോ ഇത് നല്ലൊരു ഇവിടെ നിന്ന് ഏകദേശം നല്ലൊരു അപ് ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഏകദേശം 365 ഒരു 532 രൂപ. ഓക്കെ, ഒരു 60 to 70% റിട്ടേൺ ഇവിടെ നിന്ന് വന്ന ശേഷം മാർക്കറ്റ് ഡൗൺ ആയിട്ട് വീണ്ടും ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്റ്റിച്ച് നൽകി ഒരു OBൻ്റെ അടുത്ത് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് എത്തി നിൽക്കുകയാണ്. ഓക്കെ, സോ ഇത് നോക്കുന്ന സമയത്ത് ഇതൊരു ഡിസ്കൗണ്ട് ലെവലിൽ എത്തി നിൽക്കുകയാണ്. സോ ഒരു ഹൈ ടു ലോ നോക്കുകയാണെങ്കിൽ പോലും ഇത് ഇവിടുത്തെ എല്ലാ ലിക്വിഡിറ്റിയും ടേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇനീഷ്യലി ഉണ്ടായിരുന്ന ആ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. സോ അടുത്ത ആഴ്ച വാങ്ങാൻ പറ്റുന്ന സ്റ്റോക്കാണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, നമ്മൾ 10% അച്ചീവ് ചെയ്യണമെങ്കിൽ എത്രയാണ് ടാർഗറ്റ് പ്രൈസ്. ഓക്കെ, ഇതാണ് നമുക്ക് ലോങ് ടേമിൽ നോക്കുന്ന സമയത്ത് ഈ 2 സ്റ്റോക്ക് അല്ലെങ്കിൽ ഈ 3 സ്റ്റോക്കും നല്ല ഒരു സ്റ്റോക്കാണ്. നിങ്ങൾക്ക് ലോങ് ടേം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പോലും ഇത് 2x അല്ലെങ്കിൽ ഇതൊക്കെ 10x വരെ പോകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് നിവ ബൂപ്പ. ഓക്കെ, അതുപോലെ തന്നെ യൂണികോമേഴ്സ് എന്ന് പറയുന്നതും നല്ലൊരു റിട്ടേൺ നൽകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ലോങ് ടേം ആയിട്ട് എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ പോകുന്നവർക്കാണെങ്കിലും ഇത് ആദ്യത്തെ 3 സ്റ്റോക്കും നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ്. ഓക്കെ, നമുക്കിനി അടുത്തത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, അതുപോലെ ഫിൻ നിഫ്റ്റി ഇതിൻ്റെ ഓപ്ഷൻസിൻ്റെ കേസും കൂടി നോക്കാം. അതിൻ്റെ അനാലിസിസ് ബൈയിങ് റേഞ്ചിൽ നിൽക്കുന്ന ടൈം ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് താഴേക്ക് ഇറങ്ങാനുള്ളൊരു പോസിബിലിറ്റി ആണെന്ന് കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മാർക്കറ്റ് അതുപോലെ മുകളിലേക്ക് പോവാതെ ഏകദേശം ഒരു അക്യുമുലേഷൻ ഫേസിൽ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം നമ്മുടെ വീഡിയോ ലാസ്റ്റ് ഒരു വീഡിയോ ഇടാൻ വിട്ടുപോയി. അതിനുശേഷം മാർക്കറ്റ് ഡൗണിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ ഒരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത്. സോ ഇത് റീച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, ആൻഡ് ഇവിടെയാണ് നമ്മൾ പറഞ്ഞത് ഏകദേശം ഒരു 50% ഈ ഒരു ക്യാൻഡലിൻ്റെ 50% മാർക്കറ്റ് വന്നിട്ട് കയറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കോൾ ഓപ്ഷൻ ബൈ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ നവംബർ ഒരു 15 days കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആൻഡ് മാർക്കറ്റ് ഇനിയും ഒന്നും കൂടി ഡൗൺ വന്ന ശേഷം മാത്രം നിങ്ങൾ ഡിസംബറിൻ്റെ എക്സ്പയറി എടുക്കുന്നതിന് പകരം ജനുവരിയുടെ ഒരു എക്സ്പയറി എടുക്കുന്നതാണ് നിങ്ങൾക്ക്. ജനുവരി മന്തിൻ്റെ എക്സ്പയറി എടുക്കുന്നതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി റിസ്ക് കുറവ് ഓപ്ഷൻസ് ട്രേഡിംഗ് ആയതുകൊണ്ട്. ഓക്കെ, അടുത്ത നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിലും സെയിം. നിഫ്റ്റിയുടെ ഈ ഒരു ലിക്വിഡിറ്റി ആദ്യം ടേക്ക് ചെയ്തു, അവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് റിയാക്ട് ചെയ്തിട്ട് വീണ്ടും താഴേക്ക് ഇറങ്ങുന്നുണ്ട്. ഓക്കെ, ഇനിയുള്ളത് ഇവിടെയുള്ള ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ ഒരു 50%. ഓക്കെ, അവിടേക്ക് മാർക്കറ്റ് വന്നിട്ട് കയറാനുള്ളൊരു പോസിബിലിറ്റിയാണ് കാണുന്നത്. ഓക്കെ, അതുപോലെ ഫിൻ നിഫ്റ്റിയുടെ കേസും സെയിം തന്നെയാണ്. സോ ഇത് ആദ്യം ഇവിടെയുള്ള ഒരു ലിക്വിഡിറ്റി ഇവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഇനിയും താഴേക്ക് ഇറങ്ങി ഈ ഒരു ലിക്വിഡിറ്റിയും കൂടെ എടുക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ ഒരു 50% എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് എത്താം. താങ്ക് യു.